ഒരു 1.5 വയസ്സുകാരന് കടന്നു പോകാവുന്നതിലും എത്രയധികം വേദനകളിലൂടെയാണ് അവൻ കടന്നു പോയതല്ലേ. ഞാനടങ്ങുന്ന സമൂഹത്തിന് അവനെ രക്ഷിക്കാൻ ഒരു പരിധിവരെ സാധിക്കുമായിരുന്നില്ല എന്നുള്ളൊരു ചോദ്യം എൻ്റെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതാരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പഴിചാരാനോ വേണ്ടിയല്ല, ഒരു അവെയർനെസ് എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് UK-ലാണ്. ഒരു കുട്ടി ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു ഇൽനെസ് ആയിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക അവൻ്റെ ഹിസ്റ്ററി എടുക്കുക എന്നുള്ളതാണ്. അതായത് അവൻ്റെ അമ്മ പറയുന്ന ആ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി നമുക്ക് കൺവിൻസിങ് ആണോ, ആ ഒരു ഇഞ്ചുറി ആയിട്ട് എക്സ്റേ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്കത് കൺവിൻസിങ് ആണോ എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. 2 കൈയും അല്ലെങ്കിൽ 2 കാലുമൊക്കെ ഒടിയുന്ന ഒരു കുഞ്ഞിൻ്റെ ബോഡി ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്യും. അവന് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും മുറിവുകളുണ്ടോ, ഒടിവുകളുണ്ടോ, അവൻ്റെ റിബ്സിന് എന്തെങ്കിലും ഇഞ്ചുറീസ് സംഭവിച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ മുഴുവൻ ബോഡി അവൻ്റെ നമ്മൾ ചെക്ക് ചെയ്യും. ഇത്രയും കൊച്ചു കുഞ്ഞിന് ഒരിക്കലും അവൻ എന്താ സംഭവിച്ചതെന്ന് നമ്മളോട് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളിതെല്ലാം ചെക്ക് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു ദുരൂഹത തോന്നുന്ന സാഹചര്യത്തിൽ നമ്മൾ സേഫ് ഗാർഡിങ് കൺസേൺ റേസ് ചെയ്യും. അതായത് ഒരു സേഫ് ഗാർഡിങ് ടീം ഈ കുഞ്ഞിൻ്റെ പിന്നീടുള്ള യാത്രയിലൂടെ നീളമുണ്ടാവും. നമ്മൾ റേസ് ചെയ്ത ഈ കൺസേൺ ഇവർ പരിശോധിക്കും, ഇവരെ കുഞ്ഞിൻ്റെ വീട്ടിൽ ചെല്ലും, അതുപോലെ കൃത്യമായ ഫോളോ അപ്പും ചെയ്യും. അവനൊരു പ്രായമാകുന്നത് വരെ അവർ കൃത്യമായിട്ടിത് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു പരിധി വരെ കുട്ടികളിലെ മരണനിരക്ക് കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളൊരു ഡോക്ടർ ആയിക്കോട്ടെ, നഴ്സ് ആയിക്കോട്ടെ, ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ, ആര് തന്നെ ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു കൺസേൺ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോലീസിനെയോ ശിശുക്ഷേമ വകുപ്പിനെയോ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ നിങ്ങൾ അറിയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ബന്ധുക്കൾ, അയൽക്കാർ, ആശാ വർക്കേഴ്സ്, പോലീസ്, അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നാളെയുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാം. എല്ലാ കുഞ്ഞുങ്ങളും സന്തോഷിക്കട്ടെ, സുരക്ഷിതരായിരിക്കട്ടെ. താങ്ക് യു.